ഓം അമൃതേശ്വരിയെ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഇവൻ്റെ പ്രണാമങ്ങൾ. സദ്ഗുരുവിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രീ പരമേശ്വരനെ പരമഗുരുവായി സങ്കല്പിച്ചിരിക്കുന്നു. സകല ദേവതകൾക്കും അപ്പുറമാണ് ശ്രീ പരമേശ്വരൻ്റെ സ്ഥാനം. സാധാരണഗതിയിൽ ശിവൻ്റെ രൂപം വെച്ചുള്ള ആരാധന അപൂർവമാണ്. ശിവലിംഗമാണ് ആരാധിക്കുക. ഊർജ സ്രോതസ്, ഊർജത്തിൻ്റെ ഉത്ഭവം, പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം, അതിനെ പ്രതിനിധീകരിക്കുന്നതാണ് ശിവലിംഗം. അത് അരൂപനായ ഈശ്വരനെ പ്രതിനിധീകരിക്കുന്നു. അമ്മയുടെ ബ്രഹ്മസ്ഥാന ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠയ്ക്കുള്ള പ്രത്യേകതയും അതുതന്നെയാണ്. ശിവകുടുംബമാണ് പ്രതിഷ്ഠ. ഒരു ഭാഗത്ത് ത്യാഗത്തിൻ്റെ മൂർത്തിയായ ശ്രീ പരമേശ്വരൻ, ഭസ്മധാരിയായ ജടാധാരിയായ സംഹാരമൂർത്തി, ഈ പ്രപഞ്ചത്തെ മുഴുവൻ വിസ്മരിച്ചുകൊണ്ട് നിതാന്ത ധ്യാനത്തിൽ മുഴുകുന്ന യോഗിവര്യൻ, സകല ബന്ധങ്ങളെയും മുറിച്ച് സമയത്തിൻ്റെ പരിമിതികളെ മറികടന്ന് കാലകാലനായി തീർന്ന നടരാജൻ, വൈരാഗ്യത്തിൻ്റെ മൂർത്തിമത് ഭാവം, ഭൗതികതയ്ക്ക് സ്പർശിക്കാൻ സാധിക്കാത്ത ഉയരങ്ങളിൽ നിൽക്കുന്ന ആധ്യാത്മിക ഗുരു, മറുവശത്ത് തികച്ചും വ്യത്യസ്ത ഭാവത്തോടെ ദേവി, സകല ഭൗതിക ഐശ്വര്യങ്ങളോടെ നിൽക്കുന്ന ദേവി, സൗഭാഗ്യദായിനി, സൗന്ദര്യമൂർത്തി, സർവാഭരണ വിഭൂഷിത, പ്രപഞ്ചചക്രം തിരിക്കുന്ന പരാശക്തി, വിചിത്രമായ രൂപമുള്ള ആനയുടെ ബലമുള്ള വിഘ്നേശ്വരൻ, വാഹനമായി ചുണ്ടലി, മയിൽ വാഹനായ ശ്രീമുരുകൻ. ഇങ്ങനെയാണ് ശിവകുടുംബം. വ്യത്യസ്ത സ്വഭാവമുള്ള കുടുംബാംഗങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വഭാവത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. യോജിച്ച് നിൽക്കണമെങ്കിൽ തപസ് തന്നെ വേണം, മനോജയം വേണം. വൈരാഗ്യമൂർത്തിയായ ശ്രീ പരമേശ്വരൻ, അലങ്കാരമൂർത്തിയായ ദേവി, ഭഗവാന്റെ ആഭരണമായി മാറിയ വിഷസർപ്പം, അത് ചുണ്ടലിയെ ഉപദ്രവിക്കുന്നില്ല. മുരുകൻ്റെ മയിൽ നാഗത്തെ ആഹാരമാക്കുന്നില്ല. ദേവിയുടെ വാഹനമായ സിംഹം നന്ദിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നില്ല. കുടുംബാംഗങ്ങൾ പരസ്പരം ഒരുമയോടെ ഇണങ്ങിക്കഴിയുന്നു. എല്ലാ കുടുംബങ്ങളും ഇങ്ങനെയായാൽ ലോകം ഒരു സംതൃപ്ത കുടുംബമായി മാറും, അമൃത കുടുംബം. ഈ കുടുംബാംഗങ്ങൾ വിവിധ സ്വഭാവങ്ങളായി ഓരോരുത്തരുടെയും ഉള്ളിലുമുണ്ട്. ശ്രീ പരമേശ്വരൻ കാമദേവനെ തൻ്റെ തൃക്കണ്ണിലെ അഗ്നി കൊണ്ട് ദഹിപ്പിച്ചതായി പുരാണ കഥയിൽ പറയുന്നുണ്ട്. വാസ്തവത്തിൽ ഒരാൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് കാമത്തെ തപസ്സിലൂടെ ദഹിപ്പിച്ചിരിക്കണം. കാമപൂർത്തിക്കുള്ള ഒരു ചടങ്ങല്ല വിവാഹം. കാമത്തെ ജ്ഞാനാഗ്നിയിൽ ദഹിപ്പിച്ച്, തപസ്സുകൊണ്ട് ദഹിപ്പിച്ച് ഭാര്യയെ ദേവതയായി കാണുവാൻ സാധിക്കുമ്പോൾ മാത്രമാണ് വിവാഹത്തിന് യോഗ്യനാകുന്നത്. ഭാര്യയെ അടിമയാക്കാനോ ഭോഗവസ്തുവാക്കാനോ അല്ല വിവാഹം. ഗൃഹസ്ഥാശ്രമികളായിരുന്നിട്ടും ഋഷിമാർക്ക് ഈശ്വരനെ പ്രാപിക്കാൻ തടസ്സമൊന്നും ഉണ്ടായില്ല. തപസ്സിന് ശേഷമാണ് പാർവതി ദേവി ശ്രീ പരമേശ്വരനെ പരിണയിച്ചത്. തപസ്സുള്ള ഒരാൾക്ക് മാത്രമേ ഉത്തമമായ കുടുംബജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ തപസ്സിനു വേണ്ടിയാണ് നമ്മൾ വ്രതങ്ങൾ അനുഷ്ഠിക്കണം എന്ന് പറയുന്നത്. തപസ്സില്ലാതെ ഒരാൾക്കും ഈ ഭൗതിക ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനാവില്ല. കാരണം ഇന്നത്തെ ആധുനിക യുഗത്തിൽ വിഷലിപ്തമായ അന്തരീക്ഷത്തിൽ ഒരാൾക്ക് സ്വസ്ഥമായി ഇരിക്കാനുള്ള സാഹചര്യങ്ങളില്ല. മനസ്സിനെ മരുക്കിയെടുക്കുവാനുള്ള പരിശീലനമില്ല. മനസ്സിനെ കീഴടക്കാനുള്ള ശ്രമങ്ങളൊക്കെ തപസ്സാണ്. മരണത്തെ എല്ലാവരും ഭയപ്പെടുന്നു. അവരവരുടെ ശരീരം ഓരോ ജീവിക്കും ദിവ്യമാണ്. അത് നഷ്ടപ്പെടുന്നത് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. എന്നാൽ ശരീരത്തിൽ കഴിയുന്നിടത്തോളം കാലം സകലവിധ ദുഃഖങ്ങൾക്കും ഈ ശരീരം കാരണമാകുന്നുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മനസ്സിനെ ശരീരത്തിൽ നിന്നും വേർപെടുത്താനുള്ള വിദ്യ അഭ്യസിച്ചിരിക്കണം. അതുകൊണ്ടാണ്
ഉപനിഷത്തുക്കൾ പറയുന്നത്, മനുഷ്യ, നിൻ്റെ ശരീരം അഴുകിത്തുടങ്ങുന്നതിന് മുമ്പ് മനസ്സിനെ അതിൽ നിന്നും വേർപെടുത്താനുള്ള വിദ്യ അഭ്യസിക്കൂ. മനുഷ്യൻ ജീവിതത്തിൽ തരണം ചെയ്യേണ്ടി വരുന്ന ദുഃഖങ്ങളെ, യാതനകളെ എല്ലാം ഇല്ലാതാക്കി ഈശ്വരൻ്റെ അനന്തമായ സ്നേഹപ്രവാഹത്തിൽ ശുദ്ധീകരിക്കപ്പെടുവാനുള്ളതാണ് വ്രതാനുഷ്ഠാനങ്ങൾ. ശരീരം ക്ഷയിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ്. മനഃശക്തി ക്ഷയിക്കുന്നതാണ്. ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ക്ഷയിക്കുന്നതാണ്. അപ്പോൾ ക്ഷയിക്കാത്തത് നാം നേടുന്ന ഈശ്വരശക്തി. ഈശ്വരൻ അനശ്വരനാണ്. ക്ഷയിക്കാത്ത പരമേശ്വരനെ നാം ആശ്രയിക്കുന്നു. എന്തിന്? മൃത്യുഞ്ജയനാകാൻ. മൃത്യുവിനെ ജയിച്ചവനാണ് പരമേശ്വരൻ. മൃത്യു എന്ന് പറയുന്നത് സമയപരിധിയിൽ നിൽക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. കാലത്തെ തന്നെയാണ് കാലൻ എന്ന് പറയുന്നത്. കാലത്തെ മറികടന്നവനാണ് കാലകാലൻ. കാലകാലൻ എന്ന് പറയുന്നത് ശ്രീ പരമേശ്വരനെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ കാലത്തെ അതിജീവിച്ച്, മരണത്തെ അതിജീവിച്ച്, എല്ലാ പരിമിതികളെയും അതിജീവിച്ച് പരിപൂർണതയിൽ എത്തിച്ചേർന്ന അവസ്ഥ. അതാണ് ശ്രീ പരമേശ്വരൻ്റെ അവസ്ഥ, അമ്മയുടെ അവസ്ഥ. അതാണ് മഹാത്മാക്കളുടെ അവസ്ഥ. മരണമെന്ന് പറയുന്നത് നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നായതുകൊണ്ട് മരണം ശരീരത്തിനും മനസ്സിനും ഭൗതികമായ സകല വസ്തുക്കൾക്കും ഉള്ളതുകൊണ്ട് മരിക്കാത്തതെന്തെങ്കിലും ഉണ്ടോ എന്നുള്ള അന്വേഷണത്തിലായിരുന്നു ഋഷിമാർ. ഋഷിമാർ മരണത്തെ ജയിക്കുവാനുള്ള, മൃത്യുവിനെ ജയിക്കുവാനുള്ള രഹസ്യം കണ്ടെത്തി. നശിക്കുന്ന വസ്തുക്കളെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ മരണം സുനിശ്ചിതമാണ്. ശ്രീ പരമേശ്വരനെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ, ഗുരുവിനെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ മരണത്തെയും മറികടക്കാൻ സാധിക്കും. മൃത്യുവിനെ മറികടക്കാൻ സാധിച്ചാൽ സകല ദുരിതങ്ങളെയും മറികടക്കാൻ സാധിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ കേവലം ശരീരത്തിൻ്റെ മരണമല്ല മരണം, അഹങ്കാരത്തിൻ്റെ മരണം, ശരീരബോധത്തിൻ്റെ മരണം, ദുഃഖങ്ങളുടെ മരണം, ദുരിതങ്ങളുടെ മരണം, ഇങ്ങനെ സകല മരണങ്ങളിൽ നിന്നുമുള്ള നിത്യമായ മോചനം എന്ന് പറഞ്ഞാൽ ആനന്ദം മാത്രം അനുഭവിക്കാൻ സാധിക്കുന്ന ഈശ്വരൻ്റെ അവസ്ഥ. ആ അവസ്ഥയിൽ എത്തിച്ചേരാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം. ഓം നമഃ ശിവായ.